മിശിഹായിൽ സ്നേഹമുള്ളവരെ, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വയം ശൂന്യനാക്കി നമുക്ക് വേണ്ടി കുരിശുകയറി മരിച്ച യേശുവിൻ്റെ പീഡാസഹന അനുസ്മരണത്തിനാണ് നാം ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രിയമായുള്ളത് വേദനയോടെ നൽകുന്നതാണ് ബലി. യേശു തൻ്റെ ജീവനെ തന്നെ നമുക്കായി ബലിയർപ്പിച്ച സുദിനത്തിൻ്റെ അനുസ്മരണമാണിന്ന്. പെസഹ വാഴത്തിൻ്റെ പരിസമാപ്തി ദുഃഖവെള്ളിയിലാണ്. ഇന്നലത്തേത് രക്തം ചിന്താതെയുള്ള ബലിയായിരുന്നെങ്കിൽ രക്തം ചിന്തിയുള്ള ബലിക്കായി ക്രിസ്തു ഇന്ന് തന്നെ സമർപ്പിക്കുന്നു. ക്രൈസ്തവർക്കെല്ലാം കഥനത്തിൻ്റെ ദിനമാണിന്ന്. ഇന്നത്തെ ആരാധനക്രമം മുഴുവൻ ശൂന്യമായ സക്രാരി, അലങ്കരിക്കാത്ത അൾത്താര, മരമണി, വായനകൾ, സാഷ്ടാംഗ പ്രണാമം തുടങ്ങിയവ ഈ ദുഃഖാചരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കളങ്കമറിയാത്ത ക്രിസ്തുവിനെ അന്യായമായി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സംഭവമാണ് നാം ഇന്ന് ആചരിക്കുന്നത്. എന്നാൽ ഈ ദുഃഖം നമ്മെ പരാജയത്തിലേക്കോ നിരാശയിലേക്കോ നയിക്കുകയല്ല, മറിച്ച് ഉയർപ്പിൻ്റെ ആഹ്ലാദത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും നാം ദർശിക്കുന്നത്. സ്നേഹത്തിൻ്റെ വിജയമാണ് ഇന്ന് കാർമികൻ അണിയുന്ന ചുവന്ന വസ്ത്രം സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്: ദൈവവചന പ്രഘോഷണം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ ദിവ്യപൂജയ്ക്കെന്ന പോലെ ചുവപ്പ് തിരുവസ്ത്രങ്ങളും അണിഞ്ഞ് ബലിവേദിയെ സമീപിക്കുന്നു. ബലിവേദിക്ക് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ക്രിസ്തു ഗെത്സമേൻ തോട്ടത്തിൽ വച്ച് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ വീണ് ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് വൈദികൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നമ്മുടെ പാപപ്രകൃതിയെയും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ സമയം നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം സ്മരിക്കുകയും നിത്യമായ സംരക്ഷണത്താൽ അങ്ങേ ദാസരെ വിശുദ്ധീകരിക്കുകയും ചെയ്യണം. ഇവർക്ക് വേണ്ടിയാണല്ലോ അങ്ങേ പുത്രനായ ക്രിസ്തു രക്തം ചിന്തി പെസഹ രഹസ്യം സ്ഥാപിച്ചത്.
എന്നതും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ദൈവവചന പ്രഘോഷണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായിൽ നിറവേറിയ അതുല്യമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയുടെ പ്രഘോഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ 3 വായനകളാണ് ഉള്ളത്. യേശയ്യാ ദീർഘദർശിയുടെ പ്രവചനങ്ങളിൽ നിന്നാണ് ആദ്യത്തെ വായന. ലൗകികമായ അധികാരത്തോടും പ്രതാപത്തോടും കൂടി വരുന്ന ഒരു രാജാവായിട്ടാണ് യഹൂദർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വരുവാനിരിക്കുന്നത് പ്രതാപിയായ രാജാവല്ല. മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി സഹനം നിശബ്ദമായി സ്വയം ഏറ്റുവാങ്ങുന്ന നിഷ്കളങ്കനായി സഹിക്കുന്ന ദാസനായിരിക്കുമെന്ന് യേശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നു. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചെയ്യുന്നു. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കപ്പെടുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാകും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കർത്താവിൻ്റെ വചനം. പിതാവേ
പ്രിയ സഹോദരരെ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊന്ന് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. കർത്താവ് തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, അതെ കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. ആകയാൽ ദൈവം അവിടത്തെ ഉയർത്തി സകല നാമങ്ങളെക്കാളും ശ്രേഷ്ഠമായ നാമം അവിടത്തേക്ക് നൽകി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. യേശു ഗെത്സമേൻ തോട്ടത്തിൽ പ്രവേശിച്ചതു മുതൽ അവിടുന്ന് സംസ്കരിക്കപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദരവോടും അനുതാപത്തോടും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദിവ്യപാരായണത്തിൽ പങ്കുകൊള്ളാം. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരെയും പരിസേയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫ
പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നതെന്തിന്? ഞാൻ പറഞ്ഞതെന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ യേശുവിനെ കർണത്തടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്യാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കലേക്ക് അയച്ചു. ശിമിയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചു കൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രഭുക്കന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവന് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനല്ല, ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു.
മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊണ്ടുവരും. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കുവാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും. യേശുവിന്റെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അത് ഇങ്ങനെയായിരുന്നു: നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു. എന്നാണ് എഴുതേണ്ടത്? പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നമുക്കെല്ലാവർക്കും
അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദീമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരെയും പരിസേയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യാഫാസാണ്. ശിമിയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ
പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസാകട്ടെ പുറത്ത് വാതിൽക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ പറഞ്ഞു, അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നതെന്തിന്? ഞാൻ പറഞ്ഞതെന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ യേശുവിനെ കർണത്തടിച്ചുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത്? യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്യാസ് യേശുവിനെ ബന്ധിച്ച് കയ്യാഫാസിന്റെ അടുക്കലേക്ക് അയച്ചു. ശിമിയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അവൻ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യാഫാസിന്റെ അടുത്ത് നിന്ന് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്ത് ആരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അവർ പറഞ്ഞു, ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്ക് ഏൽപ്പിച്ചു തരികയില്ലായിരുന്നു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുവിൻ. അപ്പോൾ യഹൂദർ പറഞ്ഞു, ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രഭുക്കന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനല്ല, ബറാബാസിനെ മതി. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും
ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കുവാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും. യേശുവിന്റെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അത് ഇങ്ങനെയായിരുന്നു: നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു. എന്നാണ് എഴുതേണ്ടത്? പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. നമുക്കെല്ലാവർക്കും എല്ലാവരും
ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ഒരു നായയുടെ നാമധേയത്തിലാണ്. എങ്കിലും അത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾ നിറയാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആൽപ്സ് മലയിടുക്കുകളിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ പലപ്പോഴും ഹിമപാതയേറ്റ് മരിക്കാറുണ്ട്, പ്രത്യേകിച്ചും ശീതകാലത്ത്. എന്താണ് ഇതിന് പരിഹാര മാർഗം? ഉത്തരവുമായി ആദ്യം എത്തിയത് വിശുദ്ധ ബെർണാഡിൻ്റെ മക്കളാണ്. പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് അവർ ഒരു ആശ്രമം സ്ഥാപിച്ചു. പ്രത്യേക പരിശീലനം സിദ്ധിച്ച പട്ടികളെ വളർത്തിയെടുത്തു. മഞ്ഞ് വീഴ്ചയുണ്ടാകുമ്പോൾ ഉടൻ തന്നെ അവറ്റകൾ മലയിടുക്കുകളിലൂടെ പരതി നടക്കും. മഞ്ഞിൽ പുതഞ്ഞ് മൃതപ്രായരായ യാത്രക്കാരെ മണത്തറിഞ്ഞ് മാന്തിയെടുത്ത് പുറത്തു കൊണ്ടുവരും. കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ചൂട് കാപ്പിയും ഭക്ഷണവും കൊടുക്കും. ഒട്ടിനിന്ന് അവര് ചൂട് പകരും. ശക്തമായി കുരച്ച് സന്യാസികളെ വിളിച്ച് വരുത്തുകയും ചെയ്യും. സന്യാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ നായയായിരുന്നു ബാറി. അത്രയും സമർത്ഥനായ ഒരു പട്ടിയെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല. മറ്റാരും കണ്ടെത്താത്തവരെ അവൻ മണത്തറിയും. മരണവക്ത്രത്തിൽപ്പെട്ട 22 യാത്രക്കാരെ അവൻ ഒറ്റയ്ക്ക് ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരിക്കൽ കൊടുന്നനവേ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. സന്യാസികൾ പട്ടികളുമായി ഓടിയെത്തി. ഒത്തിരി തിരഞ്ഞിട്ടും ഒന്നും കാണാകയാൽ അവർ തിരിച്ചു പോന്നു, കൂട്ടത്തിൽ പട്ടികളും. എങ്കിലും ഒരുത്തൻ മാത്രം മടങ്ങിയില്ല, ബാറി. അവൻ പിന്നെയും പതിവ് പോലെ മണം പിടിച്ച് നടന്നു. അങ്ങകലെ ഒരിടത്തു നിന്നും മനുഷ്യശരീരത്തിൻ്റെ അവ്യക്തമായ ഗന്ധം. അവൻ മാന്തി ചെന്ന് തണുത്തു വിറച്ച് സുബോധം നഷ്ടപ്പെട്ടു കിടന്ന ഒരു യാത്രക്കാരനെ കടിച്ച് വലിച്ച് പുറത്തു കൊണ്ടുവന്നു. പറ്റിച്ചേർന്ന് നിന്ന് ചൂട് പകർന്നു. പക്ഷേ ബോധം വീണ്ടും കിട്ടിയ യാത്രക്കാരൻ അരയിൽ കരുതിയിരുന്ന കത്തി ഊരി
ബാറിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ് ചെയ്തത്. ആ സമയത്തും അവന്റെ ശ്രദ്ധ തന്നെ വരമേൽപ്പിച്ച ദൗത്യമായിരുന്നു യാത്രക്കാരന്റെ രക്ഷ. മാറി നിന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു. അത് കേട്ട് സന്യാസികൾ ഞെട്ടി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ബാറിയുടെ കരച്ചിലാണ്. സന്യാസികളെല്ലാവരും ഓടിയെത്തി. ഇതാ അലച്ചലച്ച് മരിക്കുന്ന ബാറിയും ജീവിച്ചു തുടങ്ങുന്ന യാത്രക്കാരനും. അപ്പോഴും ബാറിയുടെ കഴുത്തിൽ ജീവന്റെ പാനീയവും ഭക്ഷണവും യാത്രക്കാരന് വേണ്ടി തൂങ്ങിക്കിടന്നിരുന്നു. ബാറിയുടെ വേർപാടിൽ സന്യാസികൾ ഹൃദയം നൊന്ത് വിലപിച്ചു. ഇനി ഇതുപോലൊരു ബാറി ഒരു കാലത്തും ഉണ്ടാവുകയില്ല. അവന്റെ പാവന സ്മരണക്കായിട്ടാണ് ആ സ്തൂപം ഉയർന്നത്, ബാറി സ്തൂപം. പാരീസിലെ ബാറി സ്തൂപം നമ്മുടെ മനസ്സിലെത്തിക്കുക മാറ്റേറിയ മറ്റൊരു മഹനീയ രൂപമാണ് കാൽവരിയിലെ ക്രൂശിത രൂപം. 1865 ഏപ്രിൽ 14 ലോക ജനതയെ മുഴുവൻ കണ്ണീരിനാഴ്ത്തിക്കൊണ്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ അബ്രഹാം ലിങ്കൻ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വാഷിംഗ്ടണിലെ വീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നീഗ്രോ കുഞ്ഞ് അമ്മയുടെ ഒക്കത്തിരുന്ന് ചോദിച്ചു, അമ്മേ, ആരാണ് മരിച്ചത്? കുഞ്ഞിനെ അല്പം കൂടി മാറോട് ചേർത്ത് പിടിച്ച് ശവമഞ്ചത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്കും നിനക്കും വേണ്ടി മരിച്ച മഹാ മനുഷ്യനാണിത്. ഇന്ന് നാം ദുഃഖവെള്ളി ആചരണത്തിലാണ്. തിരുസഭയ്ക്കും ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനുള്ളതും മറ്റൊന്നുമായിരിക്കുകയില്ല. നിനക്കും എനിക്കും വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിൻ്റെ ആത്മബലിയുടെ അനുസ്മരണ ദിവസമാണിന്ന്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി ജീവൻ വെടിഞ്ഞ ദൈവത്തിൻ്റെ ഓർമ്മ ദിനമാണ്. ദുഃഖവെള്ളിയുടെ പ്രതീകമാണ് കുരിശ്. ഈ കുരിശിന് ഇന്ന് നമ്മോട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഒരു ഉത്തരവും രണ്ടാമത്തേത് ഒരു ചോദ്യവുമാണ്. കുരിശ് ഉത്തരമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യകുലത്തിന്റെ ആരംഭം മുതൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ ഒക്കെ മനുഷ്യൻ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്നിങ്ങനെ ചോദ്യശരങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമുക്കുണ്ടാകും. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് കുരിശ്. എന്താണ് കുരിശിന് പറയാനുള്ള ഉത്തരം? ദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ദുഃഖവെള്ളി. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് ദൈവ മനുഷ്യ ബന്ധം നഷ്ടപ്പെടുത്തി ഏദൻ തോട്ടത്തിന് പുറത്തു നിൽക്കുന്ന ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ രക്ഷകൻ സമയത്തിന്റെ പൂർത്തിയിൽ തന്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് ദൈവം സ്വപ്നം കാണുകയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ ജീവൻ അർപ്പിക്കുമ്പോൾ പൂർത്തിയാകുന്നത് ഈ സ്വപ്നമാണ്. ദൈവ മനുഷ്യ ബന്ധത്തിന്റെ പുനഃസ്ഥാപനം, മനുഷ്യന്റെ രക്ഷ. അതുകൊണ്ട് ഈ ദുഃഖവെള്ളിയുടെ ആഹ്വാനം
പറയുന്നത്, നിന്റെ സകലങ്ങൾക്ക് പുറകിലെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ സ്വപ്നം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിയുമ്പോൾ സകലങ്ങൾ രക്ഷാകരമാകും. കാൽവരിയിലേക്കുള്ള വഴി എളുപ്പമാകും. യേശുവിൻ്റെ ഗെത്സമനിയിലെ പ്രാർത്ഥന നൽകുന്ന സൂചന അതാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. പ്രാർത്ഥന അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് കൂട്ടിച്ചേർക്കുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഗെത്സമനിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുന്ന പുത്രൻ പിന്നീട് നോക്കുന്നില്ല. പിതാവിൻ്റെ ഹിതം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ്. തുടർന്ന് അങ്ങോട്ടുള്ള വാക്കും ചലനവും സൂചിപ്പിക്കുന്നത് അതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 18 യേശു പറയുകയാണ്, ആരും അത് എന്നിൽ നിന്ന് കവർന്നെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ് എന്ന്. വീണ്ടും ഗെത്സമനിൽ നിന്നും മടങ്ങുന്ന യേശു ശിഷ്യരോട് പറയുന്നത്, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം എന്നാണ്. പിതാവിൻ്റെ ഹിതം നിറവേറ്റാനുള്ള പുത്രന്റെ തീരുമാനത്തിൻ്റെ ദൃഢസ്വരം. കുരിശിൽ കിടന്ന് യേശു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. പിതാവിൻ്റെ ഹിതം പൂർത്തീകരണത്തിനുള്ള ദാഹം. അവസാനമായി കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ സമർപ്പിക്കുകയാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, അത് ഒരു പരാജിതന്റെ രോദനമല്ല, മറിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റിയതിലുള്ള സംതൃപ്തിയാണ്. അവൻ മരിച്ചത് പരിപരുത്ത മരക്കുരിശിലല്ല, മറിച്ച് തൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സകലം കൊണ്ട് പൂർത്തിയാക്കപ്പെടേണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് തിരിച്ചറിയുക, സകല വഴികൾ എളുപ്പമാകും. വീണ്ടും കുരിശ് നൽകുന്ന രണ്ടാമത്തെ ഉത്തരം, സകലം ഒരു ആനുകൂല്യമാണ്. കാരണം ദൈവം സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനമാണത്. ദൈവം നിന്നെ വിശ്വസിക്കുന്നു, നിന്നെ കണക്കിലെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിന്റെ സഹനങ്ങൾ. ഉദാഹരണമായി ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവവും സാത്താനും തമ്മിൽ ഒരു പന്തയം വയ്ക്കുകയാണ്. ജോബിനെ പ്രതി ദൈവം പന്തയം വയ്ക്കുവാൻ സമ്മതിക്കുന്നത് തൻ്റെ വിശ്വസ്തദാസനായ ജോബ് എത്ര വലിയ സഹനങ്ങൾ നേരിട്ടാലും തന്നെ തള്ളിപ്പറയുകയില്ല എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ്. ദൈവം ജോബിനെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ സഹനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങൾ ദൈവം നമ്മെ വിശ്വസിക്കുന്നു, കണക്കിലെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായി നാം മനസ്സിലാക്കണം. ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം നാം നഷ്ടപ്പെടുത്താതിരിക്കാൻ, ദൈവം എനിക്ക് വേണ്ടി തോറ്റുപോകാതിരിക്കാൻ സഹനങ്ങളെ നാം സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുരിശിന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം അത് ഒരു ചോദ്യമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 24 നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വീണ്ടും കുരിശിന്റെ വഴിയിൽ 8-ാം സ്ഥലത്ത് വെച്ച് യേശു ജെറുസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിനെന്ന്. ഇത് നൽകുന്ന സൂചന ഇതാണ്, ദുഃഖവെള്ളി ദൈവത്തെ ഓർത്ത് കരയാനുള്ള, യേശുവിൻ്റെ സഹനങ്ങളെ ഓർത്ത് കരയാനുള്ള, യേശുവിൻ്റെ സഹനത്തെ ഓർത്ത് ദുഃഖിക്കാനുള്ള ദിവസമല്ല, മറിച്ച് ഇത് ഒരു ആത്മശോധന ചെയ്യേണ്ട ദിനമാണ്.
യേശുവിൻ്റെ കാൽവരി യാത്രയോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ ആത്മശോധന ചെയ്യാനുള്ള ദിവസമാണ്. യേശുവിൻ്റെ പെസഹ അത്താഴം മുതൽ കുരിശുമരണം വരെയുള്ള യാത്രയിൽ കുറെ കഥാപാത്രങ്ങളെയും അവരുടെ പ്രതികരണങ്ങളെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇവയിൽ ആരുടെ സ്ഥാനത്ത് നിന്ന് ജീവിതത്തിലെ കുരിശനുഭവങ്ങളോട് പ്രതികരിക്കാനാണ് നിന്റെ താല്പര്യം എന്നതാണ് കുരിശ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യം. കുരിശിന്റെ വഴിയിലെ ഒന്നാമത്തെ പ്രതികരണം യൂദാസാണ്. എന്താണ് ഈ യൂദാസിന്റെ പ്രത്യേകത? ഒരു ദുരന്ത കഥാപാത്രം എന്ന് മാത്രമേ നമുക്ക് യൂദാസിനെ വിശേഷിപ്പിക്കാനാകൂ. 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട്, അവൻ്റെ ചലനങ്ങൾ ശ്രമിച്ചിട്ട്, അവൻ്റെ കൂടെ ഭക്ഷിച്ചിട്ട് അവൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയവൻ. അതുകൊണ്ടാണ് ചെറിയ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ അവൻ വീണുപോയത്. ഒരുപക്ഷെ കുമ്പസാരവും മറ്റു കുദാശകളും പള്ളിയും ധ്യാന കേന്ദ്രങ്ങളും മറ്റു പ്രാർത്ഥനകളും ഒക്കെയായി നടന്നിട്ടും ദൈവത്തിൻ്റെ മനസ്സറിയാൻ കഴിയാതെ പോകുന്നവരുടെ പ്രതീകം. വീണ്ടും ദൈവത്തിന് കൊടുക്കാനുള്ളത്, ദൈവത്തിന് കൊടുക്കുന്നത് മുഴുവനും പാഴാണ് എന്ന് ചിന്തിക്കുന്നവൻ. പാപിനിയായ മറിയം യേശുവിൻ്റെ പാദം കഴുകി സുഗന്ധലേപനം നടത്തുമ്പോൾ യൂദാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് ഈ പാഴ്ചെലവ്? ഒരുപക്ഷെ ഇന്ന് ദൈവത്തിന് കൊടുക്കാനുള്ളതെല്ലാം സമയം, കഴിവ്, പണം, ജീവിതം പാഴാണ് എന്ന് ചിന്തിക്കുന്നവരുടെ പ്രതീകം. കൂടുതൽ ആനുകൂല്യങ്ങളും ബഹുമാനവും സ്വീകരിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തിനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരുടെ പ്രതീകം. യഹൂദരുടെ പെസഹ ഭക്ഷണത്തിൽ ആദ്യത്തെ അപ്പകഷണത്തിനുള്ള അവകാശി ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവനാണ്. അന്ത്യത്താഴവേളയിൽ ആദ്യത്തെ അപ്പകഷണം യേശു കൊടുക്കുന്നത്, തന്നോടൊപ്പം പാത്രത്തിൽ മുക്കാൻ അനുവാദം കൊടുക്കുന്നത് യൂദാസിനാണ്. എന്നാൽ ആനുകൂല്യങ്ങളെ വിലമതിക്കാനാകാത്ത യൂദാസ് ഹൃദയം കൂടുതൽ കഠിനമാക്കി പുറത്തേക്ക് പോവുകയാണ്. ഒറ്റിക്കൊടുക്കുവാൻ, സഭയിൽ നിന്നും സഭാ സമൂഹങ്ങളിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ സ്വന്തമാക്കിയിട്ട് സഭയെ പ്രതികൂട്ടിൽ നിർത്തുന്നവരുടെ പ്രതീകം. അവസാന ക്ഷണവും തിരസ്കരിക്കാത്ത യൂദാസ് ഒലിവ് തോട്ടത്തിൽ ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ എത്തുമ്പോൾ യേശു വിളിക്കുകയാണ്: സ്നേഹിത, ഒരു അവസരം കൂടി അവന് കൊടുക്കുകയാണ് മനസ്സ് തിരിയുവാൻ. അവസാന ക്ഷണവും തിരസ്കരിച്ച് അവൻ പടിയിറങ്ങുകയാണ് നാശത്തിലേക്ക്. പല പ്രാവശ്യം ദൈവത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നിട്ടും, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടും നമ്മെ അപമാനിക്കാനും നഷ്ടപ്പെടുത്താനും ആഗ്രഹിക്കാത്ത ദൈവം നിരവധി അവസരങ്ങൾ നമുക്ക് നൽകുന്നു തിരിച്ചു വരുവാനായിട്ട്. പക്ഷേ പല ഭാവത്തിലും രൂപത്തിലും മുന്നറിയിപ്പുകളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ ക്ഷണം തിരസ്കരിച്ച് നമ്മുടേതായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാമും യൂദാസിന്റെ സ്ഥാനത്ത് നിർത്തപ്പെടുകയാണ്. കുരിശിന്റെ വഴിയിലെ രണ്ടാമത്തെ പ്രതികരണം ദൈവിക പദ്ധതികൾക്ക് തടസ്സം നൽകുന്ന പത്രോസാണ്. യേശു തന്റെ പീഡാസഹന സ്മരണ ദാനങ്ങളെ കുറിച്ച് വാചാലനാകുമ്പോൾ പത്രോസ് ഇടയ്ക്ക് കയറുകയാണ്. നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യേശുവിനെ ബന്ധിക്കാൻ എത്തുന്ന മാൽക്കസിന്റെ ചെവി ചേരിച്ചുകൊണ്ട് ദൈവിക പദ്ധതികൾക്ക് തടസ്സം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴ സമയത്ത് കാലു കഴുകുവാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഗുരുവിനോട് എന്റെ പാദം കഴുകരുത് എന്ന് ആവശ്യപ്പെടുന്നവൻ. അങ്ങനെ വേദഗ്രന്ഥത്തിലുടനീളം ദൈവിക പദ്ധതികൾക്ക് തടസ്സം നൽകുകയും ദൈവത്തിന് വേണ്ടി സ്വപ്നങ്ങളും പദ്ധതികളും ഒരുക്കുകയും ചെയ്യുന്നവനാണ് പത്രോസ്. ദൈവിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാതെ
തൻ്റെ നഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നവരുടെ പ്രതീകം. ബലഹീനതകളെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞവൻ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ചവൻ, ഒരു വേലക്കാരി പെണ്ണിന് മുമ്പിൽ തനിക്ക് നേരിടാൻ പോകുന്ന കഷ്ടപ്പാടുകളെ ഭയന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒഴിവുകഴിവ് പറയുകയാണ്. സധൈര്യം ഞാൻ ക്രിസ്തു ശിഷ്യനാണ് എന്ന് പറയാൻ മടിക്കുന്നവരുടെ പ്രതീകമാണ് പത്രോസ്. എന്നാൽ പത്രോസിനുമുണ്ട് ഒരു നന്മ. യേശുവിൻ്റെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. യേശുവിൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു തൻ്റെ ജീവിതത്തെ തിരിച്ചറിയാൻ. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ തെറ്റുകളും ബലഹീനതകളും തിരിച്ചറിയുന്ന പത്രോസ് മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് ഒന്ന് നിന്നാൽ മതി, താൻ രക്ഷയിലേക്ക് പ്രവേശിക്കും എന്ന് തിരിച്ചറിയുന്ന പത്രോസ് ദൈവത്തിനും മനുഷ്യർക്കുമെതിരായി എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ബാക്കി നിർത്തി കടന്നു പോകുകയാണ്. തൻ്റെ തെറ്റുകളെല്ലാം തൻ്റെ ദൈവം ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്ന പത്രോസ് കുമ്പസാരം എന്ന ഉദാശയിലൂടെ പാപമോചനം നേടിയിട്ടും എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ ദൈവം ക്ഷമിച്ചുവോ എന്ന് സംശയിച്ച് കുറ്റബോധത്തിൻ്റെ ആണ്ടക്കെട്ടുമായി നടക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാകുകയാണ്. കുരിശിൻ്റെ വഴിയിലെ മൂന്നാമത്തെ പ്രതികരണം, സ്വന്തം നിലപാടുകളെയും കസേരകളെയും മാത്രം സ്നേഹിക്കുന്ന പിലാത്തോസ് തൻ്റെ അധികാരം, സൽപ്പേര്, സ്ഥാനമാനങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ വേണ്ടി യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശുവിനേക്കാൾ ഉപരി മറ്റുള്ളവയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന പിലാത്തോസ് ഭയപ്പെടുന്നത് യഹൂദരെയും ഇഷ്ടപ്പെടുന്നത് അധികാരത്തെയുമാണ്. മാത്രവുമല്ല, തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി യേശുവിനെ തൻ്റെ വീട്ടുമുറ്റത്ത് മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഉള്ളിൽ അകത്ത് സത്യം അറിയുകയും എന്നാൽ പുറത്ത് മടി കാണിക്കുകയും പുറത്തു പറയാൻ മടി കാണിക്കുകയും ചെയ്യുന്നവന്റെ പ്രതീകം. യേശുവിന്റെ വിചാരണ നടക്കുന്നത് പ്രത്തോറിയത്തിനകത്തും പുറത്തുമായി 7 സ്ഥലങ്ങളിൽ വെച്ചാണ്. അകത്ത് വെച്ച് യേശുവിൽ നിന്ന് എല്ലാ സത്യങ്ങളും അറിയുകയും എന്നാൽ പുറത്ത് യഹൂദരോട് പറയാൻ മടിക്കുകയും ചെയ്യുന്നവൻ, ഇന്ന് സത്യം അറിയുകയും എന്നാൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സൗഹൃദങ്ങളുടെ, ആനുകൂല്യങ്ങളുടെ, സ്ഥാനമാനങ്ങളുടെ പേരിൽ സത്യം പറയാതിരിക്കുകയും തെറ്റിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവരുടെ പ്രതീകമാണ് പിലാത്തോസ്. വീണ്ടും കുരിശിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന 4ാമത്തെ പ്രതികരണം സ്ത്രീകളും പ്രിയ ശിഷ്യനും. കുരിശിന്റെ വഴികളിൽ സഹനത്തിന്റെ പാതയിൽ അനുഗമിക്കുന്നവരുടെ സമൂഹം. യഹൂദ നിയമപ്രകാരം സ്ത്രീകൾക്ക് കൊലക്കളത്തിലേക്ക് അരികിൽ വരാൻ അവകാശമില്ല. കുരിശിന്റെ വഴിയിൽ 6ാം സ്ഥലത്ത് വെറോണിക്ക യേശുവിന്റെ തിരുമുഖം തുടയ്ക്കുന്നു. 4ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മയെ കാണുന്നു. തുടർന്ന് കുരിശിന്റെ ചുവട്ടിൽ അവസാന ശ്വാസം നിലയ്ക്കും വരെ കുരിശിനെ അനുഗമിക്കുന്നു. എല്ലാ അവഗണനകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കുരിശിന്റെ ചുവട്ടിലെത്താൻ അവരെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. ജീവിതത്തിന്റെ കുരിശു വഴികളിൽ തളർത്താത്ത ശക്തിയായി കൂടെ നിൽക്കുന്നത് അമ്മ. സഹനത്തിന്റെ നിമിഷങ്ങളിൽ ശക്തിയായി കൂടെ ഉണ്ടാകുന്നത് ഈ സ്നേഹമാണ്. അങ്ങനെ സഹനത്തിന്റെ വഴികളിൽ കൂടെയുണ്ടെന്ന നിലപാട് അവരെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. വെറോണിക്കയ്ക്ക് തിരുമുഖ ദർശനവും പരിശുദ്ധ അമ്മയ്ക്ക് പ്രിയ ശിഷ്യനെ മകനായും പ്രിയ ശിഷ്യന് അമ്മയായി പരിശുദ്ധ മറിയത്തെയും സഹനത്തിന്റെ വഴികളിൽ ദൈവത്തെ തള്ളിപ്പറയാതെ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനം.
സ്നേഹിക്കാൻ അറിയുന്നവർക്ക് ആരെയും ഭയപ്പെടാതെ കുരിശിന്റെ വഴിയിലൂടെ കടന്നു വരാനാകും. കുരിശിലെ അവസാന പ്രതികരണം കള്ളന്മാർ. യേശുവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന കള്ളന്മാർ രക്ഷയുടെ രണ്ട് വ്യത്യസ്ത സാധ്യതകളാണ്. സകലത്തിൻ്റെ അർത്ഥം കണ്ടെത്താനാവാതെ നിരാശയിലും ദുഃഖത്തിലും അവസാനിച്ച ഇടതുഭാഗത്തെ കള്ളൻ സകലത്തിൻ്റെ ഭീഭത്സമായ ഒരു സാധ്യതയാണ്. കൂടെ സഹിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കാതെ തന്നെ സഹനത്തിന് വിട്ടുകൊടുത്ത സകലരെയും അധിക്ഷേപിച്ച് മരണത്തിലേക്ക് നിരാശനായി കടന്നു പോകുമ്പോൾ നല്ല കള്ളൻ സഹനത്തിൻ്റെ ദിവ്യമായ സാധ്യതയാണ്. തൻ്റെ സഹനത്തിന് അർത്ഥം കണ്ടെത്തുകയും ഒപ്പം സഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് ആ തിരുഹൃദയത്തിൽ ഇടം തേടുകയും ചെയ്യുന്ന നല്ല കള്ളൻ. താൻ സഹിക്കുന്നത് ഒറ്റയ്ക്കല്ല, ദൈവവും തന്നോടൊപ്പം സഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവൻ. സഹനത്തിൻ്റെ പരദീസ അനുഭവമാണ് ഈ തിരിച്ചറിയൽ. സഹനങ്ങളോടുള്ള നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന കഥാപാത്രം. കുരിശിന്റെ വഴിയിലെ ഈ പ്രതികരണങ്ങളെല്ലാം ഒറ്റപ്പെട്ട വ്യക്തികളോ സംഭവങ്ങളോ അല്ല, മറിച്ച് നമ്മിലെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ചില സാധ്യതകൾ മാത്രമാണ്. കുരിശിന്റെ വഴിയിലെ ഇങ്ങനെ കുറെ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്, ഇതിൽ ആരുടെ സ്ഥാനത്താണ് നിങ്ങൾ എന്ന്. ഒരുപക്ഷെ ഇന്ന് യൂദാസിനെ പോലെയോ പത്രോസിനെ പോലെയോ പിലാത്തോസിനെ പോലെയോ ആയിരിക്കാം. പക്ഷേ അവിടെ നിന്ന് യൂദാസിൽ നിന്ന് പടിപടിയായുള്ള ഒരു വളർച്ച നല്ല കള്ളൻ വരെ എത്തി നിൽക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു പർദീസ സ്വന്തമാകും. യേശു നല്ല കള്ളനോട് പറയുന്ന വാക്കുകൾ ഇന്ന് നമുക്ക് കേൾക്കാനാകും. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, കുരിശ് നമുക്ക് ഉത്തരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഒപ്പം തന്നെ കുരിശ് ചോദ്യചിഹ്നമാണ്. സകലത്തിൻ്റെ കുരിശിൻ്റെ വഴികളിൽ നിന്റെ നിലപാടും പ്രതികരണവും ആരുടേതാണ്? നമുക്ക് ഉത്തരം ശ്രവിക്കാം, ചോദ്യത്തിന് പ്രത്യുത്തരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവവചന പ്രഘോഷണ കർമ്മം വിശ്വാസികളുടെ പ്രാർത്ഥനയോടുകൂടിയാണ് സമാപിക്കുന്നത്. ഇപ്പോൾ കാർമ്മികൻ കൈകൂപ്പി നിന്ന് ഓരോ പ്രാർത്ഥനയുടെയും ഉദ്ദേശം അറിയിച്ചുകൊണ്ട് ജനങ്ങളെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് എല്ലാവരും അല്പനേരം മൗനമായി പ്രാർത്ഥിക്കുന്നു. അനന്തരം മുഖ്യ കാർമ്മികൻ കൈകൾ വിരിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രക്ഷയുടെ സുദിനത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടി യാചിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നമുക്ക് ഒരുമിച്ച് ആമേൻ എന്ന് പ്രത്യുത്തരിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവവും കർത്താവും തിരുസഭയ്ക്ക് ലോകമെങ്ങും സമാധാനവും ഐക്യവും സംരക്ഷണവും നൽകുമാറാകട്ടെ. ശൈര്യവും ശാന്തവുമായ ജീവിതം നയിച്ച് സർവശക്തനായ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എല്ലാ നന്മകൾക്കും ക്രിസ്തുവിൽ അങ്ങേ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ.
അങ്ങേ കാരുണ്യ പ്രവൃത്തികൾ സഭയിൽ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ദൃഢവിശ്വാസത്തോടെ അങ്ങേ നാമം ഏറ്റുപറയുന്നതിൽ നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പരിശുദ്ധ പിതാവായ പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് അദ്ദേഹത്തെ മെത്രാൻ പദവിയിലേക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കർത്താവും ദൈവവും അവിടുത്തെ തിരുസഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ നയിക്കാൻ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൽപ്പനയാണല്ലോ സർവവും സംവിധാനം ചെയ്യപ്പെട്ടത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അലിവാർന്ന് കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പാപ്പയെ അങ്ങേ കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ഉടയവനായ അങ്ങ് നയിക്കുന്ന ക്രൈസ്തവ ജനത അതേ പരമാചാര്യന്റെ കീഴിൽ അവരുടെ വിശ്വാസത്തിന്റെ യോഗ്യതയാൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിവിധ ശുശ്രൂഷ പദവിയിലുള്ള എല്ലാ സഭാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതാധ്യക്ഷനായ മെത്രാനും സഭയിലെ മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും ഡീക്കന്മാർക്കും സമസ്ത വിശ്വാസ സമൂഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിശുദ്ധാത്മാവ് സഭാഗാത്രം മുഴുവനും വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകൾ ശ്രമിക്കണം. അങ്ങനെ അങ്ങേ കൃപാദാനത്താൽ എല്ലാവരും അങ്ങേക്ക് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രാരംഭ ഉദാശാന്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും ദൈവവും അവരുടെ ഹൃദയങ്ങളുടെയും കാതുകളും അങ്ങേ കാരുണ്യത്തിൻ്റെ കവാടങ്ങളും തുറക്കുമാറാകട്ടെ. അതുവഴി നവജന്മത്തിൻ്റെ സ്നാനത്താൽ സമസ്ത പാപങ്ങളുടെയും പൊറുതി സ്വീകരിച്ചുകൊണ്ട് അവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഒന്നായി തീരുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സഭയെ നിരന്തരം പുതിയ സന്താന പരമ്പരയാൽ അങ്ങ് ഫലപുഷ്ടമാക്കുന്നുവല്ലോ. പ്രാരംഭ ഉദാശാർത്ഥികളുടെ വിശ്വാസവും ജ്ഞാനശേഷിയും വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ജ്ഞാനസ്നാന നിലവയാൽ നവജന്മം പ്രാപിച്ച് അങ്ങേ ദത്തുപുത്രരുടെ ഗണത്തിൽ അവർ ചേർക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേൾക്കപ്പെടണമേ. ക്രൈസ്തവരുടെ ഐക്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമസ്ത സഹോദരർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സത്യം ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ ഏകസഭയിൽ അവരെ ഒരുമിച്ച് ചേർക്കാനും പരിപാലിക്കാനും തിരുവുള്ളമാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ചിതറിപ്പോയവരെയെല്ലാം അങ്ങ് ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് കൂട്ടിയവരെ പരിപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ പുത്രന്റെ അജഗണത്തെ പ്രീതിപൂർവ്വം അങ്ങ് തൃക്കൺ പാർക്കണമേ. ഏകജ്ഞാനസ്നാനത്താൽ ഭൗതികരായവരെ വിശ്വാസ സമഗ്രത ഐക്യപ്പെടുത്തുകയും സ്നേഹ ഉടമ്പടിയിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവൾ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. യഹൂദജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യഹൂദജനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അവരോടാണല്ലോ നമ്മുടെ കർത്താവായ ദൈവം ഇത് പ്രഥമമായി സംസാരിച്ചത്. അങ്ങനെ അവിടുത്തെ നാമത്തോടുള്ള
സർവശക്തനും നിത്യനുമായ ദൈവമേ, അബ്രഹാത്തിനും അദ്ദേഹത്തിൻ്റെ സന്തതികൾക്കും അങ്ങേ വാഗ്ദാനങ്ങൾ നൽകിയല്ലോ. അങ്ങേ സഭയുടെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണം. അങ്ങനെ ഇതംപ്രദമായി അങ്ങ് സ്വന്തമാക്കിയ ജനം രക്ഷയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ അർഹരാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടതുകൊണ്ടേ. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പരമാർത്ഥ ഹൃദയത്തോടെ ശരിയായ പിന്തുടർന്ന് ദൈവത്തിൽ തന്നെ എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഹൃദയപരമാർത്ഥതയോടെ ചലിക്കുന്ന എല്ലാവർക്കും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും സത്യം കണ്ടെത്താൻ അനുഗ്രഹമരുളണമേ. പരസ്പര സ്നേഹത്തിൽ വളർന്ന് അങ്ങേ ജീവന്റെ രഹസ്യം അവഗാഢം ഗ്രഹിക്കുന്നതിൽ ഉത്സുകരാകാനും ലോകത്തിൽ അങ്ങേ സ്നേഹത്തിന്റെ സമ്പൂർണ്ണ സാക്ഷികളാകാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പരമാർത്ഥ ഹൃദയത്തോടെ ശരിയായ പിന്തുടർന്ന് ദൈവത്തിൽ തന്നെ എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ട് അന്വേഷിക്കുകയും കണ്ടെത്തിക്കൊണ്ട് ഹൃദയശാന്തി അടയുകയും ചെയ്യാൻ സകല മനുഷ്യരെയും അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ വിനാശകരമായ തടസ്സങ്ങളുടെ മധ്യേയും അങ്ങേ കാരുണ്യത്തിൻ്റെ അടയാളങ്ങളും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ സൽപ്രവൃത്തികളും കണ്ടറിഞ്ഞ് അങ്ങയെ ഏകസത്യദൈവവും മാനവവംശത്തിൻ്റെ പിതാവുമായി ഏറ്റുപറയുന്നതിൽ എല്ലാവരും ആനന്ദം കണ്ടെത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും യഥാർത്ഥമായ സമാധാനവും സ്വാതന്ത്ര്യവും കൈവരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും തൻ്റെ തിരിഹിതത്തിനൊത്ത വിധം ഭരണാധികാരികളുടെ ഹൃദയവും മനസ്സും നയിക്കുമാറാകട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കരങ്ങളിലാണല്ലോ മനുഷ്യരുടെ ഹൃദയാഭിലാഷങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും. അധികാരപൂർവ്വം ഞങ്ങളെ നയിക്കുന്നവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണം. ലോകം മുഴുവനും ജനതകളുടെ ക്ഷേമവും സമാധാനത്തിൻ്റെ സുരക്ഷിതത്വവും മതസ്വാതന്ത്ര്യവും അങ്ങ് നിരന്തരം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ തെറ്റുകളിൽ നിന്ന് ലോകത്തെ സംക്ഷിപ്തമാക്കുന്നതിനും രോഗങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തടവറകൾ തുറക്കുന്നതിനും വിലങ്ങുകൾ കഴിക്കുന്നതിനും യാത്രികരെ സുരക്ഷിതരാക്കുന്നതിനും തീർത്ഥാടകരെ തിരിച്ചെത്തിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകുന്നതിനും വേണ്ടി സർവശക്തനും പിതാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് ദുഃഖിതരുടെ ആശ്വാസവും അധ്വാനിക്കുന്നവരുടെ അത്താണിയുമാണല്ലോ. നാനാവിധത്തിലുള്ള യാതനകളാൽ നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങിലേക്ക് എത്തിച്ചേരട്ടെ. അങ്ങനെ അവരുടെ ആവശ്യങ്ങളും അങ്ങേ കാരുണ്യം അവരോടൊപ്പമായിരുന്നു എന്നതിൽ എല്ലാവരും സന്തോഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടതുകൊള്ളണമേ. ആമേൻ. കുരിശാരാധന ഇന്നത്തെ തിരുക്കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുരിശാരാധനയാണ് ഇനി നടക്കുക. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ് കുരിശ്. പ്രാർത്ഥനയുടെയും സഹിഷ്ണുതയുടെയും ഉത്തമ മാതൃകയാണ് കുരിശ് നമുക്ക് നൽകുന്നത്. ഈ പുണ്യഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അനുഗ്രഹത്തിനായി നമുക്ക് എല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആവരണം ചെയ്തിരിക്കുന്ന കുരിശ് 2 ദീപവാഹകരുടെ അകമ്പടിയോടുകൂടി വിശുദ്ധ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. പുരോഹിതൻ ബലിപീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുരിശ് ഏറ്റുവാങ്ങുന്നു. അനന്തരം കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ ഭാഗവും അനാവരണം ചെയ്തുകൊണ്ട് ഇതാ ഇതാ കുരിശുമരം എന്ന് തുടങ്ങുന്ന പ്രഭണിതം ആലപിക്കുന്നു. ഈ സമയം നമുക്ക് മുട്ടുകുത്തി വരുവിൻ നമുക്ക് ആരാധിക്കാം എന്ന് പ്രത്യുത്തരിക്കാം. ഇപ്രകാരം കുരിശിൻ്റെ 3 ഭാഗവും അനാവരണം ചെയ്തു കഴിയുമ്പോൾ സ്നേഹ ബഹുമാനത്തോടു കൂടി മുട്ടുകുത്തി നിന്ന് നമുക്ക് ഈ വിശുദ്ധ കുരിശിനെ ആരാധിക്കാം. ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചതേ ഇതാ കുരിശുമരം ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചതേ മണ്ണിൻ ഇതാ കുരിശുമരം ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചതേ മണ്ണിൻ
കാർമ്മികൻ, അൾത്താര ശുശ്രൂഷകർ, പുരുഷന്മാർ, സ്ത്രീകൾ. ഇന്നത്തെ തിരുക്കർമ്മത്തിലെ അവസാന ഭാഗമായ ദിവ്യകാരുണ്യ സ്വീകരണമാണ് ഇനി നടക്കുന്നത്. സഭയുടെ പുരാതന പാരമ്പര്യമനുസരിച്ച് ഇന്നും നാളെയും ദിവ്യബലി അർപ്പിക്കുന്നില്ല. എന്നാൽ ഇന്നലെ പരികർമ്മം ചെയ്ത ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ് ഇന്ന് ദിവ്യകാരുണ്യമായി നൽകുന്നത്. തൻ്റെ ശരീരവും രക്തവും ബലിയായി നൽകിയ യേശുവിൻ്റെ ഈ സ്വയം ദാനം സ്വീകരിക്കാനായി നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ കാർമ്മികൻ ഇന്നലെ കൂദാശ ചെയ്ത ക്രിസ്തുവിൻ്റെ തിരുശരീരം അൾത്താരയിലേക്ക് ദീപവാഹകരുടെ അകമ്പടിയോടുകൂടി എടുത്തുകൊണ്ടുവരുന്നു. തുടർന്ന് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം ആരംഭിക്കുന്നു.
രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോപദേശത്താൽ ഉപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കരുത്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ ക്രിസ്തുവിന്റെ ധന്യമായ മരണം ദാനം വഴി ഞങ്ങളെ അങ്ങ് പുനരുദ്ധരിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ നിലനിർത്തണമേ. അങ്ങനെ ഈ രഹസ്യങ്ങളിലുള്ള പങ്കാളിത്തം വഴി നിരന്തരം ഞങ്ങൾ ഭക്തിയിൽ ജീവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടതുകൊള്ളണമേ. എല്ലാവരും കൈകൾ കൂപ്പി നമുക്ക് ശിരസ്സമാക്കുക. കൈകൾ കൂപ്പി ശിരസ്സമാച്ച് ആശീർവാദം സ്വീകരിക്കുക. കർത്താവേ, അങ്ങേ പുത്രന്റെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശയും അവിടുത്തെ മരണം ആചരിച്ച അങ്ങേ ജനത്തിന്റെ മേൽ സമൃദ്ധമായ അനുഗ്രഹം ചൊരിയുകയും പാപപൂരിതയും സംലബ്ധമാക്കുകയും സമാശ്വാസം നൽകുകയും പാവനമായ വിശ്വാസം കൈവളർത്തുകയും നിത്യരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ഈ